Divorces are happening all around us. ഇതിന് പല പല കാരണങ്ങളാണുള്ളത്. ഫിസിക്കൽ അസോൾട്ട്, മെന്റൽ അസോൾട്ട്, ഡൗറി ഇഷ്യൂസ്, ചീറ്റിംഗ് എന്നിവ തുടങ്ങി പല കാരണങ്ങൾ. So can we dive deep into the matter? Welcome to another episode of Infine Entertainment. കേസ് നടക്കുന്ന സമയത്ത് തന്നെ അയാൾക്ക് വേറൊരു റിലേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതവിടെ ചീറ്റിംഗ് ആണ് അവിടെ നടന്നത്. ഇതിലൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഞാൻ വൈഫ് ആണ് ഈ കേസ് കൊടുക്കുന്നതെങ്കിൽ അയാളെ ഒരാഴ്ച ജയിലിലിടണമെങ്കിൽ അയാൾക്ക് അവിടുത്തെ ചിലവ് നമ്മളവിടെ കെട്ടിവെക്കണം. പ്രത്യേകിച്ച് ഉള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും കൊടുക്കും. കാരണം കുട്ടികളാണ് ഏറ്റവും കൂടുതൽ സഫർ ചെയ്യുന്നത്. ഇതിൻ്റെ അവരുടെ ഒരു ബാല്യകാലം മൊത്തം ഇതിൽ കിടന്ന ഇതിനകത്ത് പോവും. അതിൻ്റെ ഫ്രസ്ട്രേഷൻ അത് പിന്നെ അവരുടെ യുവത്വത്തിലോട്ട് വരുമ്പോൾ അതിൻ്റെതായ ഒരുപാട് ട്രോമകൾ, സൈഡ് എഫക്ട്സ് അത് അടുത്ത തലമുറയെ നമ്മൾ നശിപ്പിക്കുകയാണ്. ഞാൻ എൻ്റെ പേഴ്സണൽ കേസസിൽ മിക്കവാറും ഇങ്ങനെ മന്ത്ലി കൊടുക്കുന്നത് ഞാൻ സജസ്റ്റ് ചെയ്യാറില്ല. കൊടുത്തില്ലെങ്കിൽ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ, ഇല്ലെങ്കിൽ ജയിലിൽ പോയി കിടക്കേണ്ടി വരും. പിന്നെ ഡീറ്റെയിൽസ് അറിയുമ്പോഴത്തേക്കും എനിക്ക് ഞാൻ കൊടുക്കില്ല, ഞാനകത്ത് കിടന്നിട്ട് വരാം. ഇതുപോലെ കോടതി വിധിക്കുന്നത് നേരെ ഓപ്പോസിറ്റ് ജെൻഡറിനായിരിക്കും. അതായത് നമ്മൾ ഭർത്താക്കന്മാർക്ക് വേണ്ടി ഭാര്യമാർ മന്ത്ലി ഒരു എമൗണ്ട് ആസ് ആലിമണി കൊടുക്കണം എന്നുള്ളത്, അത് ശരിക്കും ഉള്ളതാണോ? അങ്ങനെ ഒരു നിയമമുണ്ട്. പണ്ടത്തെ പോലെ ഒരുപാട് കോടതിയും ചിന്തിക്കുന്നില്ല, കാരണം ഇത് അവരുടെ നീഡാണ്. ഹലോ മാം. ഹലോ റെബേക്ക. സുഖമാണോ? സുഖമായിരിക്കുന്നു. എങ്ങനെ പോകുന്നു കുടുംബ കോടതിയിലെ കേസുകളൊക്കെ? ഡെയിലി അത് തന്നെയാണ്. നമുക്കിപ്പോൾ ഏറ്റവും കൂടുതൽ കേസ് ഉള്ളത് കുടുംബ കോടതിയിലാണ്. അതുമായിട്ട് ചേർന്ന് ഓരോ ദിവസം ഓരോ സ്റ്റോറീസാണ്. അതുമായിട്ട് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു. എന്തൊക്കെയുണ്ട് വിശേഷം? ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. മാം ഭയങ്കര ബിസിയാണ്. അതിൻ്റെ ഇടയിലാണ് നമുക്ക് കുറച്ച് സമയം കിട്ടിയത്. അപ്പോൾ ഈ സ്റ്റോറീസൊക്കെ നമുക്ക് ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഇന്നത്തെ ഒരു സ്പെഷ്യൽ എപ്പിസോഡ്. മാം, എൻ്റെ എനിക്കറിയാവുന്ന ഫ്രണ്ട് എന്ന് പറയാം, ഒരു ഡിസ്റ്റൻ്റ് ആയിട്ടൊരു കുട്ടി. ആ കുട്ടി ഈ അടുത്താണ് ഡിവോഴ്സ്ഡ് ആവുന്നത്. അപ്പോൾ കോടതി വിധിച്ചു ആലിമണി കൊടുക്കണം അല്ലെങ്കിൽ ജീവാംശം കൊടുക്കണം എന്ന്. ഞാൻ എപ്പോഴാണ് ഇങ്ങനൊരു സംഗതി ഉണ്ട് അല്ലെങ്കിൽ ആലിമണിയെക്കുറിച്ച് കൂടുതലായി അറിയുന്നത്. നമ്മൾ ജനറലി കേട്ടിട്ടുണ്ട്, ഒരുപാട് ആൾക്കാർക്ക് ഇത് അറിയില്ല. അപ്പോൾ വളരെ സിമ്പിളായിട്ട് എന്താണ് ഈ ജീവാംശം, ആലിമണി എന്നുള്ളതൊന്ന് പറയാം. അതിൽ റെബേക്ക, നമ്മൾ ഫാമിലി കേസിൽ ഓരോരുത്തരും വരുന്നത് ഓരോ ആവശ്യത്തിനായിട്ടാണ് വരുന്നത്. കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായിട്ട് വരുന്നത് നമ്മൾ ഫാമിലി കോടതിയിലോട്ടാണ് വരുന്നത്. ആക്ച്വലി നമ്മളൊരു കല്യാണം കഴിക്കുമ്പോൾ വളരെ സന്തോഷത്തോടു കൂടി നടക്കുന്നത് അത് ലൈഫ് ടൈം വേണം എന്നുള്ള രീതിയിലാണ് പാരൻസും റിലേറ്റീവ്സും ഒക്കെ നടത്തി വരുന്നത്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യം, ഈ കാലഘട്ടത്തിൽ ഈ ലൈഫ് ടൈം എന്ന് പറയുന്ന ഒരു ലോങ് ലൈഫൊന്നും കിട്ടുന്നില്ല. വളരെ ഷോർട്ടാണ്. ഈവൻ ലോങ് ആയിട്ട് പോകുന്ന ചിലത് പോലും അവിടെ ഇടയിൽ വെച്ച് ബ്രേക്ക് ആവുന്നുണ്ട്. അതൊക്കെയാണ് നമ്മളിപ്പോൾ ഡെയിലി കണ്ടുവരുന്ന ചില കാര്യങ്ങൾ. ഈ അലുമിനി എന്ന് പറയുന്നത് മെയിൻ്റെനൻസ് എന്നായിരിക്കും കുറേ കൂടെ ആ വാക്ക് നമുക്ക് ഫെമിലിയർ ആവുന്നത്. അപ്പം ശരിക്കും ഒരു വൈഫും ഹസ്ബൻഡ് കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ചില ഭർത്താക്കന്മാർ നല്ലവണ്ണം കുടുംബം നോക്കും, ചിലവർ നോക്കില്ല. അപ്പം ചിലവിന് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി വൈഫിന് ഫാമിലി കോടതി സമീപിക്കാം. ചിലവിന് തന്നില്ല, ആദ്യം പോലീസ് സ്റ്റേഷനിൽ കൊടുക്കും. പിന്നെ പോലീസ് സ്റ്റേഷനിൽ കൊടുക്കുകയാണെങ്കിൽ പോലീസ് പറയും ഞങ്ങൾക്കൊരു ലിമിറ്റേഷൻ ഉണ്ട്, നിങ്ങൾ കോടതി പൊക്കോളൂ എന്ന് പറയും. അങ്ങനെ ഫാമിലി കോടതി ചെന്നാൽ മെയിൻ്റെനൻസിന് നമ്മളൊരു കേസ് കൊടുത്താൽ ഹസ്ബൻഡിന് കൊടുക്കാൻ പറ്റുന്ന ഒരു എമൗണ്ട് മെയിൻ്റെനൻസ് ആയിട്ട് കൊടുക്കും. അത് മാസം കൊടുക്കും. അപ്പോൾ കുട്ടികളുണ്ടെങ്കിൽ കുട്ടികൾ അങ്ങനെ അത് തീരുമാനിക്കും. കോടതി തീരുമാനിച്ചാണ് കൊടുക്കുന്നത്. പക്ഷേ അലുമിനി എന്ന് പറയുന്നത് ഡിവോഴ്സ് എന്ന് പറഞ്ഞ സ്റ്റേജിലോട്ട് വരുമ്പോൾ, അതായത് കോടതി ഒരു ഡിവോഴ്സ് സൂട്ട് കേസ് ഫയൽ ചെയ്തു, കണ്ടസ്റ്റ് ചെയ്തു. ആ കണ്ടസ്റ്റിൻ്റെ ലാസ്റ്റിൽ ഡിവോഴ്സ് ഗ്രാൻഡ് ചെയ്യുമ്പം അതിൻ്റെ അകത്ത് നമ്മൾ നോർമലി വൈഫ് അലുമിനി ചോദിക്കും. കാരണം അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് പറഞ്ഞാൽ, അവർ അതുവരെ ഒരു സ്റ്റാറ്റസ് മെയിൻറ്റെയിൻ ചെയ്തിരുന്നു, ഫിനാൻഷ്യൽ സ്റ്റാറ്റസ്. ഹസ്ബൻഡും വൈഫായിട്ട് ഇരിക്കുമ്പോൾ അവർ നല്ലൊരു രീതിയിൽ ജീവിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഡിവോഴ്സ് ആയതുകൊണ്ട് അവർക്ക് ആ സാമ്പത്തിക സ്റ്റാറ്റസ് നഷ്ടപ്പെടാൻ പാടില്ല. അവർക്ക് കിട്ടണം. അതുമാത്രമല്ല, അവർക്ക് ജീവിക്കാനായിട്ടുള്ള ഒരു വക കൂടെ ഹസ്ബൻഡ് കൊടുക്കണം. ഡിവോഴ്സ് ആയതുകൊണ്ട് അത് നഷ്ടമാവാൻ പാടില്ല.
എന്നുള്ള ഗ്രൗണ്ടിലാണ് ഓരോ കേസും ഇൻഡിവിജ്വലി സ്റ്റഡി ചെയ്തിട്ട് അതിൻ്റേതനുസരിച്ചാണ് കോടതി മക്കൾക്കും കൂടെ വേണ്ടിയിട്ടാണ് ആ ഒരു മക്കളുണ്ടെങ്കിൽ മക്കളുടെ ക്ലെയിം ഇതെല്ലാം നമ്മൾ ക്ലെയിം ചെയ്താൽ മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ. ഇപ്പോൾ ഒരു അമ്മയും 2 കുട്ടികളും ഉണ്ടെങ്കിൽ അതിനെ ചെയ്യും. അപ്പൊ അതിന് കുറച്ച് കൂടുതൽ എമൗണ്ട് ആയിരിക്കും. കൂടുതൽ എമൗണ്ട് ഉള്ളതിനെ കൊടുക്കാൻ പറ്റത്തുള്ളൂ. അതാണ് അതിൻ്റെ ഞാൻ പറഞ്ഞ ഇൻഡിവിജ്വലി ഓരോ കേസും വ്യത്യാസമാണ്. ഇപ്പോൾ നമ്മൾ കേസ് കൊടുക്കുമ്പോഴത്തേക്കും ഒരു ഡിവോഴ്സിനാണ് കൊടുക്കുന്നത്. നമുക്കൊരു പറയണം, ഒരു വൈഫ് ഒരു ഡിവോഴ്സ് കേസ് ഫയൽ ചെയ്തു. അപ്പോൾ ആ വൈഫിന് 2 കുട്ടികളുണ്ട്. അപ്പം ഡിവോഴ്സിൻ്റെ ഗ്രൗണ്ട്സ് വേറെയാണ്, അത് നമുക്ക് പിന്നെ പറയാം. അപ്പം അതിൽ എന്തായാലും അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ അവർക്ക് ഡിവോഴ്സ് ഗ്രാൻഡ് ചെയ്തു. ഗ്രാൻഡ് ചെയ്തപ്പോൾ ഡിവോഴ്സ് ഗ്രാൻഡ് ചെയ്യുമ്പോൾ ഈ വൈഫിന് നമ്മൾ മെയിൻ്റെനൻസ് അല്ലെ എലിമണി കൊടുക്കണം. കുഞ്ഞിന് മെയിൻ്റെനൻസ്, ചിൽഡ്രന് വരുമ്പോൾ എലിമണി അല്ല വരുന്നത്, മെയിൻ്റെനൻസ്, ചൈൽഡ് മെയിൻ്റെനൻസ് ക്യാഷാണ്. വേർഡ് ഡിഫറെൻ്റ് ആണ്. ചൈൽഡ് അപ്പം അലുമിനിയം ചൈൽഡ് മെയിൻ്റെനൻസും ഉള്ള വ്യത്യാസമുണ്ട്. അപ്പം വൈഫിന് കൊടുക്കുമ്പോഴത്തേക്കും അത് കൊടുക്കുന്ന വൈഫിന് ആ ഹസ്ബൻഡിൻ്റെ അടുത്ത് കിട്ടിയിരുന്ന അതേ സ്റ്റാറ്റസ് മെയിൻറ്റെയിൻ ചെയ്യാനും അവർക്ക് ജീവിക്കാനും വേണ്ടിയിട്ടുള്ള എമൗണ്ടാണ് കൊടുക്കുന്നത്. കുട്ടികളെ കൊടുക്കുമ്പോഴത്തേക്കും ആ ഹസ്ബൻഡ് ഈസ് സപ്പോസ് ടു ഗീവ്, അല്ലെങ്കിൽ ആ ഫാദർ ഈസ് സപ്പോസ് ടു ഗീവ് ടു ദ ചിൽഡ്രൻ ആസ് മെയിൻ്റെനൻസ്. അപ്പം അത് എമൗണ്ട്. അപ്പം നമ്മളത് ഇപ്പം ഒരു 50,000 രൂപ മാസം വരുമാനമുള്ള ഒരാളാണെങ്കിൽ നമ്മളത് ക്ലെയിം ചെയ്യും. നമ്മളത് കുട്ടികളുടെ ചിലവിൻ്റെയൊക്കെ സ്കൂൾ ചിലവ്. 50,000 ആണെങ്കിൽ എത്രയായിരിക്കും മെയിൻ്റെനൻസ് പോകുന്നത്, എത്രയായിരിക്കും ആലുമണി ആയിട്ട് പോകുന്നത്? ആലുമണി അത് നമുക്ക് എത്ര വേണം ആവശ്യപ്പെടാം. മറ്റേ സൈഡും കൂടെ നോക്കിയിട്ട് വൈഫാണെന്നുള്ള നിലയിൽ മുഴുവനും നമുക്ക് ഗ്രാൻഡ് ചെയ്യത്തില്ല. ആ സൈഡ് നോക്കിയിട്ട് അതിൻ്റെ ന്യായമായിട്ടുള്ള രീതിയിലാണ് ഇത് തരുന്നത്. ഒരു 5,000 ഇപ്പോൾ 5,000 10 നമ്മൾ സാധാരണ 15,000 കുഞ്ഞിനും 10,000 വൈഫിനും എന്ന് നമ്മൾ ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു പകുതിയൊക്കെ കിട്ടത്തുള്ളൂ. കാരണം അയാളും ഇത് കൊടുക്കാൻ തയ്യാറാവത്തില്ല. കൊടുക്കാൻ തയ്യാറായിരുന്നാൽ ഇങ്ങനെ ഒരു ഡിസിഷൻ ഇതിൽ വരത്തില്ല. അത് വേറൊരു രീതിയാണ്. ഇപ്പോൾ ഹസ്ബൻഡിന് ഫിനാൻഷ്യലി അത്രമാത്രം സ്റ്റേബിൾ അല്ല, അല്ലെങ്കിൽ ഈ പറഞ്ഞ 50,000 പോലെ ഒരു തുകയൊന്നും കിട്ടാത്ത ഒരാളാണെങ്കിൽ എങ്ങനെയായിരിക്കും കൊടുക്കുന്നത്? കോടതി എങ്ങനെയായിരിക്കും അത് വിധിക്കുന്നത്? കൊടുക്കാൻ പറ്റില്ല. കോടതി ഒരു മിനിമം ഈവൻ ഒരു ഏറ്റവും കുഞ്ഞ് ജോലി ഡെയിലി വേജസ് വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് 500 റുപ്പീസ് കൊടുക്കുക, 500 തൊട്ടെങ്കിലും പറയും കൊടുക്കാനായിട്ട്. ആ ഉള്ളൊരാളുടെ കൊടുക്കും. ഇല്ലെങ്കിൽ നമ്മൾ അയാളുടെ അസറ്റ്സ് നോക്കും. അയാളുടെ അസറ്റ്സ് എടുത്തിട്ട് ആ അസറ്റ്സ് കുട്ടികളുടെ പേരിലോട്ടാക്കാനോ അല്ലെങ്കിൽ അത് വിൽക്കാനോ ഒക്കെയുള്ള കോടതിയിൽ നിന്ന് ഓർഡർ വാങ്ങാൻ ആ രീതിയിലോട്ട് മാറ്റും. ഇപ്പം ഇതൊന്നുമില്ലാത്ത ഒരാൾ എങ്ങനെ കൊടുക്കും? കോടതി ഓർഡർ ചെയ്തിരുന്നാൽ പോലും നമുക്കത് എക്സിക്യൂഷനിലോട്ട് പോകാൻ പറ്റത്തില്ല അതിൻ്റെ അകത്ത്. അതേസമയം അപ്പം അതവിടെ ഒരു ക്വസ്റ്റ്യനായിട്ട് നിൽക്കുകയാണ് നമുക്ക്. പിന്നെ നമുക്ക് ഇയാളിത് ചെയ്തില്ല എന്ന് പറയുമ്പോൾ കോടതിയുടെ മുമ്പിൽ ഇയാൾക്ക് അതിൻ്റെ ഒരു പണിഷ്മെൻറ്റ് കൊടുക്കാനേ പറ്റത്തുള്ളൂ. ഇതൊക്കെ പെട്ടെന്ന് നടക്കുന്ന കാര്യങ്ങളാണ്. നമ്മൾ ഇതിൻ്റെ പുറകെ കുറേ ടൈം കൺസ്യൂമിങ് ആണ്. ചില കേസസിൽ നല്ല വിദ്യ ഉണ്ടാവില്ല, വൈഫും കുട്ടികളും സഫർ ചെയ്യുന്നു, ഡിവോഴ്സ് തന്നെ നീണ്ടു പോകുന്ന കേസസുകൾ കേട്ടിട്ടുണ്ട്. അത് ഒരു ലോങ് പ്രോസസ്സാണ്. നോർമൽ ഡൈവോഴ്സ്, കണ്ടസ്റ്റഡ് ഡൈവോഴ്സ് എന്ന് പറയും. കണ്ടസ്റ്റഡ് ഡൈവോഴ്സ് കിട്ടിയാൽ അതൊരു ലോങ് പ്രോസസ്സാണ്. അപ് ടു 5 to 7 years അത് പോവും. താഴത്തെ ഫാമിലി കോർട്ടിൽ മാത്രം. പിന്നെ അതിന് അപ്പീലുണ്ട്, ഹൈക്കോർട്ടിലോട്ട് പോവും. അപ്പം അതൊരു വലിയൊരു ഇപ്പം ഒരു വയസ്സായ ഒരു കുഞ്ഞിനെ വെച്ചിട്ടാണ് ഒരു അമ്മ കോടതിയിലോട്ട് വരുന്നെങ്കിൽ നോർമൽ സെൻസിൽ അതൊരു ഡിവോഴ്സ് കിട്ടുകയാണെങ്കിൽ അതൊരു 7 വയസ്സ് ആവും. അതിൻ്റെ അകത്ത് അതുവരെ ആ കൊച്ചിൻ്റെ കാര്യങ്ങളെല്ലാം അമ്മ തന്നെ നോക്കേണ്ടി. അത് ഇൻട്രീം കൊടുക്കും. നമ്മൾ അതിൻ്റെ ഇടയിൽ ഇൻട്രീം എന്ന് പറഞ്ഞാൽ ഇടയ്ക്ക്, ഇത് ഫൈനലായിട്ടാണ് കൊടുക്കുന്നത്, ഇടയ്ക്ക് കൊടുക്കും. പക്ഷേ നമ്മുടെ കോടതികൾ ഇപ്പോൾ വളരെ അങ്ങനെ എക്സ്ട്രീം വരെ കാത്തിരിക്കത്തില്ല. ഇടയിൽ വെച്ച് നമുക്ക് കൗൺസിലിംഗ് നടത്തുന്നുണ്ട്, മീഡിയേഷൻ നടത്തുന്നുണ്ട്, ഇത് ചേർത്ത് കൊണ്ടുപോകാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ ഇടയിൽ നടക്കുന്നുണ്ട്. കൗൺസിലിങ്ങും മീഡിയേഷനും എല്ലാം കൊടുക്കും. 2-3 കൗൺസിലിംഗ് കൊടുക്കും. അപ്പോൾ കൗൺസിലേഴ്സിന് തോന്നുകയാണ് കുറച്ചും കൂടെ വന്നാൽ. അപ്പോൾ ഇഷ്യൂ എന്താണ് ഈ ഡിവോഴ്സ് എന്ന് പറയുമ്പോൾ, നമ്മൾ കല്യാണം കഴിപ്പിച്ച് വിടുന്നവർ ഡിവോഴ്സിന് വരണമെങ്കിൽ എന്തൊക്കെയോ കാരണങ്ങളുണ്ട്. കാരണം ഉള്ളത് കൊണ്ടാണ് അവർ ആ ഒരു പോയിന്റിലേക്ക് വരുന്നത്, ആ ഒരു തീരുമാനത്തിലേക്ക് വരുന്നത്. അപ്പോൾ അത് സോർട്ട് ഔട്ട് ചെയ്യാൻ പറ്റുമോ, റെക്ടിഫൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് കോടതി നോക്കുന്നത്. ഫിനാൻഷ്യലി ഫൈനലി ആ വിധി വന്നാൽ മാത്രമേ കിട്ടുകയുള്ളൂ. അലിമണി എന്ന് പറയുമ്പോഴത്തേക്കും ആ ഒരു പോയിന്റിൽ വരുന്നുള്ളൂ അതിൻ്റെ അകത്ത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 1 time സെറ്റിൽമെന്റ് ആയിരിക്കില്ലേ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് വരുന്ന ഓപ്ഷൻ? ഇത്രയും വൺ ടൈം കോടതി വിധിക്ക് മുമ്പ് ഒരു സെറ്റിൽമെന്റ് ആയിട്ട് സംസാരിച്ച് അങ്ങനെ തീർപ്പാക്കുന്ന കേസസ് ഉണ്ട്. അങ്ങനെ തീർപ്പാക്കുന്ന കേസാണ് എപ്പോഴും നല്ലത്. മാം അങ്ങനെയാണോ കൂടുതൽ ട്രൈ ചെയ്ത്
സെറ്റിലാക്കാൻ നോക്കാറ്? ഞാൻ ചെയ്യുന്നത് സാധാരണ അങ്ങനെയാണ് ചെയ്യുന്നത്. അത് നമ്മൾ കാരണം ഈ ഹ്യൂമൻ ലൈഫാണ് ഇൻവോൾവ്, നമ്മുടെ ഇമോഷൻസ് എല്ലാം അതിൽ ഇൻവോൾവ് ആണ്. അപ്പം ഒരു പോയിന്റ് ആദ്യം നമ്മൾ കൗൺസിലിംഗ് കൊടുക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആദ്യം എനിക്ക് 2-3 പ്രാവശ്യം കൗൺസിലിംഗ് കൊടുക്കും. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളായി ഉള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും കൊടുക്കും. കാരണം കുട്ടികളാണ് ഏറ്റവും കൂടുതൽ സഫർ ചെയ്യുന്നത് ഇതിൻ്റെ അകത്ത്. അവരുടെ ഒരു ബാല്യകാലം മൊത്തം ഇതിൽ കിടന്ന ഇതിനകത്ത് പോവും. അതിൻ്റെ ഫ്രസ്ട്രേഷൻ അത് പിന്നെ അവരുടെ യുവത്വത്തിലോട്ട് വരുമ്പോൾ അതിൻ്റെതായ ഒരുപാട് ട്രോമകൾ, സൈഡ് ഇഫക്ട്സ് അത് അടുത്ത തലമുറയെ നമ്മൾ നശിപ്പിക്കുകയാണ്. അങ്ങനത്തെ അതുകൊണ്ട് നമ്മൾ ഇത് അങ്ങനെ കൊടുക്കാറുണ്ട്. കൊടുത്തതിന് ശേഷം ആ കൗൺസിലിങ്ങിലൂടെ കാര്യം നടക്കും. അങ്ങനെയാണ്. അപ്പം അപൂർവമായിട്ടുള്ള ഇതിൽ മറുഭാഗക്കാർ വിളിക്കാൻ പറ്റിയാൽ വിളിച്ച് സംസാരിക്കും. അപ്പോൾ നമ്മൾ ഒട്ടും ചേരാൻ പറ്റില്ല എന്നുള്ളൊരവസ്ഥ എത്തുകയാണെങ്കിൽ ശരിയെങ്കിൽ പിന്നെ വി വിൽ ഗോ ഫോർ മ്യൂച്വൽ ഡൈവോഴ്സ്. മ്യൂച്വലായിട്ട് പോയി കഴിഞ്ഞാൽ രണ്ടുപേരുടെ ഈക്വൽ സമ്മതമായിട്ട് വയ്ക്കും. അത് ചെയ്തിട്ട് അപ്പം നമ്മൾ അലിമെൻ്റ് കാര്യം അവിടെ ഡിസ്കസ് ചെയ്യും. എന്ത് കൊടുക്കാം, എങ്ങനെ കൊടുക്കാം. പ്രത്യേകിച്ച് ഈ കുട്ടികൾ കല്യാണം കഴിഞ്ഞപ്പോൾ കൊണ്ടുവന്ന് തിരിച്ച് കൊടുക്കാനുണ്ടെങ്കിൽ അതങ്ങനെ, പിന്നെ അത് കഴിഞ്ഞ് ഇവർക്കായിട്ട് എന്ത് കൊടുക്കാൻ സാധിക്കും. അപ്പോൾ അവരൊരു കാര്യം പുട്ട് ഫോർവേഡ് ചെയ്യും. ഈ രണ്ടുപേരും തമ്മിൽ കോംപ്രമൈസ് ചെയ്തൊരു പോയിന്റ് വരുമ്പോൾ നമ്മളതൊരു എഗ്രിമെൻ്റ് ആയിട്ട് ഡ്രാഫ്റ്റ് ചെയ്യുമ്പം അത് ചെയ്യും. അപ്പം ഞാൻ എൻ്റെ പേഴ്സണൽ കേസസിൽ മിക്കവാറും ഇങ്ങനെ മന്ത്ലി കൊടുക്കുന്നത് ഞാൻ സജസ്റ്റ് ചെയ്യാറില്ല. കാരണം അത് കുറച്ച് കാലം കഴിയുമ്പോഴത്തേക്കും അത് കിട്ടാതെ ആവും. പിന്നെ അതിൻ്റെ പുറകെ നടക്കണം. അതുകൊണ്ട് അയാൾക്ക് പറ്റുന്ന ഒരു എമൗണ്ട് അത് കൊടുത്ത് അതോടുകൂടി അത് അങ്ങ് തീർക്കുക. ഡിവോഴ്സ് ആകുമ്പോൾ തന്നെ ആ ഒരു വൈഫുമായിട്ടുള്ളൊരു റിലേഷൻ അവിടെ തീർക്കുകയാണ് ചെയ്യുന്നത്. അതേസമയം കുഞ്ഞുങ്ങളും ഉണ്ടെങ്കിൽ അതങ്ങനെ കളയാൻ പറ്റുന്ന ഒരു ബന്ധമല്ലല്ലോ അത്. അപ്പോൾ അതിന് പ്രത്യേക ഒരിത് കുട്ടികളെ കാണാനായിട്ടുള്ള റൈറ്റ്സ് നമ്മൾ കൊടുക്കും. കുട്ടികളുമായിട്ട് എവിടെയും കൊണ്ടുപോകാനാണെങ്കിൽ അങ്ങനെ. പിന്നെ അവരുടെ കാര്യങ്ങൾ, പഠിത്തത്തിൻ്റെ കാര്യം, പെൺകുട്ടിയാണെങ്കിൽ കല്യാണം വരെയുള്ള കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് എല്ലാം പിതാവിൻ്റെ ഇതിൽ വെച്ച് തന്നെയാണ് നമ്മൾ ഈ ഡൈവോഴ്സ് ഗ്രാൻഡ് ചെയ്ത് കൊടുക്കും. ഇപ്പോൾ സപ്പോസ് ആലിമണി കൊടുക്കാൻ വേണ്ടിയിട്ട് കോടതി വിധിച്ചിട്ട് കുറച്ച് നാൾ കൊടുത്തിട്ട് അത് സ്റ്റോപ്പ് ചെയ്യുവാണെങ്കിൽ, ഞാൻ കേട്ടിട്ടുണ്ട് കോടതിക്ക് വീണ്ടും നമ്മൾ കേസ് കൊടുത്തു കഴിഞ്ഞിട്ട് ഒരാഴ്ചയോ അല്ലെങ്കിൽ എത്ര നാൾ ജയിലിലിടുന്നു അത്രയും നാളത്തെ കോമ്പൻസേഷൻ അപ്പുറത്ത് നിൽക്കുന്ന ആളാണ് കൊടുക്കേണ്ടതെന്ന്. അത് ഞാൻ ഇപ്പം കേൾക്കുന്നൊരു സംഭവം. അതങ്ങനെയാണ്. കാരണം ഇത് ഒരു ഫാമിലിയുടെ കാര്യമല്ലേ, പബ്ലിക്കിൻ്റെ കാര്യമല്ലല്ലോ. അപ്പോൾ നമ്മൾ എല്ലാം വിധിയായി കൊടുക്കണം, മാസം കൊടുക്കണമെന്ന് മെയിൻ്റെനൻസ് ഓർഡർ ആയി കഴിഞ്ഞാൽ, എലിമിന് മാത്രമല്ല മെയിൻ്റെനൻസ് കേസും ആണെങ്കിൽ പോലും അയാൾ കൊടുക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ, ഒരു 6 മാസം കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മളുടനെ ഒരു CMP എന്ന് പറഞ്ഞ ഒരു പെറ്റീഷൻ ഇടും. ആ പെറ്റീഷനിൽ ഇടുന്ന എന്തോ അയാൾ 6 മാസമായിട്ട് ചെയ്തില്ല, കോടതി വിധിയെ ധിക്കരിച്ചിരിക്കുകയാണ്, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പൈസ വാങ്ങിച്ചോണ്ട് ഇല്ല അയാളുടെ പണിഷ്മെൻറ്റ് കൊടുക്കണമെന്നുള്ള രീതിയിൽ കൊടുക്കും. അന്നേരം സ്വാഭാവികമായിട്ടും ആളുകൾ അത് കിട്ടുമ്പോഴത്തേക്കും ഈ 6 മാസത്തിൻ്റെ ഒരു 3 മാസമെങ്കിലും കൊണ്ടുവരും. അടുത്ത പോസ്റ്റിങ്ങിൽ വന്ന് അത് ചെയ്യും. ചില വിരുദ്ധന്മാർ ഇല്ല. അപ്പം ഓബ്വിയസ്ലി അവരവരുടെ ലോയറിനോട് ചോദിക്കും, കൊടുത്തില്ലെങ്കിൽ എന്താ സംഭവിക്കുക എന്ന് ചോദിച്ചാൽ ഇല്ലെങ്കിൽ ജയിലിൽ പോയി കിടക്കേണ്ടി വരും. പിന്നെ ഡീറ്റെയിൽസ് അറിയുമ്പോഴത്തേക്കും എനിക്ക് ഞാൻ കൊടുക്കില്ല, ഞാനകത്ത് കിടന്നിട്ട് വരാം. ഇപ്പോൾ ഒരു സംസാരം കൂടെ ഉണ്ട്, നല്ല ഭക്ഷണമാണല്ലോ, അങ്ങനെയാ പറയുന്നത്, എൻ്റെ അകത്ത് കിടന്നാൽ നല്ല ഭക്ഷണമാണ്, അതുകൊണ്ട് സുഖമായില്ല. അപ്പം അത് ചിലവർ ആ പോകുന്ന ഒരു സ്റ്റേജ് എത്തുമ്പോഴത്തേക്കും അവർ കൊടുക്കുമ്പം പൈസ കൊടുക്കും. ഫുള്ള് കൊടുക്കണമെന്നില്ല, പകുതി കൊടുക്കുമ്പോഴത്തേക്കും നമ്മളത് വേണ്ടാന്ന് വയ്ക്കും. ഇല്ലൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഞാൻ വൈഫ് ആണ് ഈ കേസ് കൊടുക്കുന്നതെങ്കിൽ അയാളെ ഒരാഴ്ച ജയിലിലിടണമെങ്കിൽ അയാൾക്ക് അവിടുത്തെ ചിലവ് നമ്മളവിടെ കെട്ടിവെക്കണം. അതായത് നമ്മൾ ചിലവിന് കൊടുത്ത് അയാൾ ഒരാഴ്ച അതിൻ്റെ അകത്ത് ഇടണം. എന്തുകൊണ്ട് അങ്ങനെ ഒരു രീതി? അത് നമ്മുടെ നിയമത്തിൻ്റെ ഒരു വശമാണത്. കാരണം എന്താണെന്ന് വെച്ചാൽ അത് പബ്ലിക്കിൻ്റെ കാര്യമാണെങ്കിൽ മറ്റേ സർക്കാർ ചെയ്യത്തുള്ളൂ, പേഴ്സണൽ കാര്യമാണ്. അതേസമയം ഒരു പബ്ലിക് കംപ്ലൈൻറ്റിൻ്റെ ബേസിസിലാണ് ഇത് മാറി വരുന്നെങ്കിൽ ഇതിൻ്റെ വശം മാറും. അതുവരെ തന്നെ എല്ലാ കാര്യവും നോക്കി ക്രിമിനൽ ഒഫൻസ് ആയിട്ട് വരികയാണെങ്കിൽ അത് നോക്കി ആ രീതിയിൽ പോവും. അപ്പം അങ്ങനെ പോയി വരികയാണ്, ഇയാൾ ഒരാഴ്ച സുഖമായിട്ട് അകത്ത് കിടന്നിട്ട് വരികയാണ്, അപ്പോഴും കൊടുക്കത്തില്ല. പിന്നെ നമ്മൾ അടുത്ത 6 മാസം കാത്തിരിക്കണം ഈ ഒരു പ്രോസസ്സിന് പോകാനായിട്ട്. അതായത് ജയിലിടാനല്ല, നമുക്കൊരു ക്ലെയിം ഉന്നയിക്കാൻ പോലും CMPയിലോട്ട് ഫയൽ ചെയ്യണമെങ്കിൽ തന്നിട്ടില്ല എന്ന് പോകാനായിട്ട് പോകുമ്പോൾ അത് 6 മാസം കഴിഞ്ഞേക്കാണ്. ഒരിക്കൽ അയാളെ പണിഷ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ഒരു 6 മാസം കഴിഞ്ഞിട്ടേ അയാൾക്ക് 6 മാസത്തെ ടൈം കൊടുക്കുകയാണ് നമ്മൾ. 6 മാസം ചെലവിന് കൊടുക്കണം, ഈ പെറ്റീഷൻ ഇടാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഒരു നോർമൽ ഒരു പെൺകുട്ടീനെ സംബന്ധിച്ചിടത്തോളം അത്രയും അഫോർഡ് ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. അയാൾ കൊടുക്കുന്നത് 1000 രൂപയായിരിക്കും,
ഈ പ്രോസസ്സ് ചെയ്യണമെങ്കിൽ അതിനൊരു 10,000-2,000 3,000 രൂപയുടെ ചിലവ്. 1000 രൂപ കിട്ടാൻ 3000 രൂപ ചിലപ്പോൾ. അതൊരു വളരെ ദയനീയമായ ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് ഞാൻ സജസ്റ്റ് ചെയ്യും അതിന് പോണ്ട, സ്വന്തമായിട്ട് ജോലി ചെയ്ത് ജീവിച്ചോളൂ, അല്ലാണ്ട് അവൻ്റെ പുറകെ ചെന്നത്. കാരണം അയാൾക്ക് തരാൻ വില്ലിങ് അല്ല. അറ്റ് ദ സെയിം ടൈം വേറെ ആളുകളുണ്ട് എന്തും കൊടുക്കാൻ തയ്യാറാണ്, മക്കൾക്ക് വേണ്ടിയിട്ട് അത് ചെയ്യാൻ ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞു വരുന്നവർ കൊടുക്കും. അതിൽ ഇഷ്യൂസ് ഇല്ല അതിൻ്റെ അകത്ത്. അപ്പോൾ മാം, ഈ ആലിമണിയുടെ കേസ് വരുമ്പോൾ ജനറലി നമ്മൾ കേൾക്കുന്നത് സ്ത്രീകൾക്ക് പുരുഷന്മാർ ആഫ്റ്റർ ഡിവോഴ്സ് നൽകുന്നു എന്നുള്ളതാണ്. ഞാൻ വേറെ 1-2 കേസസ് കേട്ടിട്ടുണ്ട്, ഇതെനിക്ക് എത്രത്തോളം ശരിയാണെന്ന് അറിയത്തില്ല. ഇതുപോലെ കോടതി വിധിക്കുന്നത് നേരെ ഓപ്പോസിറ്റ് ജെൻഡറിനായിരിക്കും. അതായത് നമ്മൾ ഭർത്താക്കന്മാർക്ക് വേണ്ടി ഭാര്യമാർ മന്ത്ലി ഒരു എമൗണ്ട് ആസ് ആലിമണി കൊടുക്കണം എന്നുള്ളത്. അത് ശരിക്കും ഉള്ളതാണോ? അത് എന്ത് ഗ്രൗണ്ട്സിലായിരിക്കും കോടതി അത്തരം ഒരു വിധി പുറപ്പെടുവിക്കുന്നത്? അങ്ങനെ ഒരു നിയമമുണ്ട്. ഇന്ത്യൻ മാരേജ് ആക്ട് 25 അനുസരിച്ച് ഹസ്ബൻഡിന് പറ്റില്ല എന്നുണ്ടെങ്കിൽ, അണ്ടർ സർക്കംസ്റ്റൻസിനെ കുറിച്ച് സർക്കംസ്റ്റൻസ് പറയണം, അയാൾക്ക് സുഖമില്ലാത്ത ഒരാളാണെങ്കിൽ, ജോലി എടുക്കാൻ പറ്റാത്ത ഒരാളാണെങ്കിൽ, അതായത് അയാളെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല, ജീവിക്കാൻ മാർഗമില്ല, കരിയർ വൈഫ് കാരണം ബ്രേക്ക് ഡൗൺ ആയ അതും ഒരു ക്ലോസ് ആണ്. അയാൾക്ക് വേറെ ഇതില്ല, അത് ടെമ്പററി ആയിരിക്കും അയാൾക്ക്. അപ്പം ജോലി കിട്ടുന്നത് വരെ. പക്ഷെ അപ്പം ഇപ്പുറത്തെ സൈഡ് വൈഫ് അത്രയും കേപ്പബിൾ ആയിരിക്കണം, ഫിനാൻഷ്യലി സൗണ്ട് ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ കോടതി പറയും ഹസ്ബൻഡിന്, അപ്പം വൈഫ് കാരണം ജോലി നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ ഈ ട്രോമ കാരണം ജോലി നഷ്ടപ്പെട്ട ഒരാളാണെങ്കിൽ ആ ഒരു ടെമ്പററി ആയിട്ട് കൊടുക്കും. അതേസമയം പെർമനന്റ് ഡിസബിലിറ്റി ഉള്ള ഒരാളാണ്, അതും വൈഫ് കാരണമാണ് ഉണ്ടായെന്ന് അവർ പ്രൂവ് ചെയ്യുകയാണെങ്കിൽ, വൈഫിന് സാമ്പത്തികം ഉണ്ട് എന്ന് പറയുമ്പോൾ വൈഫ് അത് കൂട്ട് എങ്ങനെയാണ് ഒരു ഹസ്ബൻഡ് വൈഫിന് കൊടുക്കുന്നത് അതുപോലെ സെയിം തിരിച്ചു കൊടുക്കണം. മെയിൻ്റനൻസ് ഇതുപോലെ മക്കൾക്ക് കൊടുക്കേണ്ടുന്ന സിറ്റുവേഷൻസ് ഉണ്ടോ? വൈഫ് മക്കൾക്ക് അച്ഛൻ്റെ കൂടെ 2 കുട്ടികളോ എത്ര കുട്ടികളോ? വൈഫ്, അതായത് സാധാരണ അത് അച്ഛനാണ് കൊടുക്കുന്നത്. അച്ഛൻ കൊടുത്തില്ല എന്നുണ്ട്, അച്ഛൻ പറയാണ് എനിക്ക് അതിനുള്ള ഇതില്ല, സാമ്പത്തികം ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈഫിന് അത്രയും ഉണ്ട് എന്ന് തെളിയിച്ചു കഴിഞ്ഞാൽ അവർ കൊടുക്കും. പക്ഷേ അവിടെ വരുന്നത് ഈ കുട്ടികൾ ആരുടെ കസ്റ്റഡിയിൽ എന്നുള്ളത് ആദ്യം നോക്കും. ഇപ്പോൾ കുട്ടികൾ അമ്മയുടെ കൂടെയാണ് നിൽക്കുന്നതെങ്കിൽ പിന്നെ അതിനൊരു പ്രത്യേക ഒരു നിർദ്ദേശത്തിൻ്റെ ആവശ്യമില്ല, നോൺ വേണം. ഇപ്പം അച്ഛന് കൊടുക്കുന്നത് ഇപ്പം ചിലപ്പോൾ ചില വളരെ അപൂർവം എന്ന് പറയാൻ പറ്റില്ല, കുറച്ചധികം കേസുകളിൽ പെൺകുട്ടി തന്നെ പറയും എനിക്ക് കുഞ്ഞിനെ വേണ്ട, അച്ഛൻ്റെ കൂടെ നിൽക്കട്ടെ എന്ന് പറയുമ്പോൾ ആ കുട്ടിക്ക് ഉള്ള ചിലവിനുള്ളത് ഇവർ മന്ത്ലി കൊടുക്കും. അപ്പോൾ എൻ്റെ തന്നെ പേഴ്സണൽ അവർ മ്യൂച്വൽ ഡൈവോഴ്സ് ഫയൽ ചെയ്തിരിക്കുകയാണ്. അതിലെങ്ങനെയെന്ന് പറഞ്ഞാൽ പെൺകുട്ടി അച്ഛനുമായിട്ട് നിൽക്കാനാണ് പ്രിഫർ. 2 പേരും IT പ്രൊഫഷണലാണ്. അന്നേരം അമ്മ എപ്പോഴും ട്രാവൽ ചെയ്യുന്നതാണ്. അതുകൊണ്ട് അമ്മ തന്നെ പറഞ്ഞു മകൾക്ക് അച്ഛനോടാണ് അറ്റാച്ച്മെൻറ്റ്, കൂടെ നിൽക്കട്ടെ, ഹാഫ് ദ എക്സ്പെൻസ് ഞാൻ മീറ്റ് ചെയ്തോളാം എന്ന് പറഞ്ഞ് നമ്മളത് കോൺട്രാക്റ്റ് വെച്ചിരിക്കുന്നു. അത് ഇനി കോടതിയിലേക്ക് പോയില്ല, മ്യൂച്വൽ ആയില്ല. ഇത് ഫസ്റ്റ് സ്റ്റേജ് ആദ്യത്തെ കൗൺസിലിംഗ് കഴിഞ്ഞതേ ഉള്ളൂ. നെക്സ്റ്റ് വീക്കിലോട്ട് അത് മ്യൂച്വൽ ഡൈവോഴ്സിലോട്ട് ഇത് വരും. ഇനി മ്യൂച്വലിൻ്റെ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ആദ്യം ഒരു കൗൺസിലിംഗ് ഉണ്ടാവും, പിന്നെ ഒരു 6 months ടൈം ഉണ്ട്. അതിപ്പോൾ വേവർ ചെയ്തെടുക്കാം. അത് എടുത്തു കഴിഞ്ഞാൽ 10 days കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ഈ അടുത്ത 2ാമത്തെ ദിവസം വന്ന് നമ്മൾ അതിനുമുമ്പ് ഇതെല്ലാം പറഞ്ഞ് പരസ്പരം കാര്യങ്ങൾ തീരുമാനിച്ച് വെച്ചിരിക്കും. വരുമ്പോഴത്തേക്കും കോടതിയുടെ മുമ്പിൽ വയ്ക്കുമ്പോൾ കോടതി ഒറ്റ കാര്യമേ ചോദിക്കുകയുള്ളൂ, പരസ്പരം കിട്ടാനുള്ളതൊക്കെ പറഞ്ഞ് സംസാരിച്ചിട്ടുണ്ടോ, ഒന്നിച്ച് പോകാൻ സാധിക്കും. അത് കൗൺസിലിംഗ് നേരത്തെ ഒന്നിച്ച് പോവില്ല എന്ന് റിപ്പോർട്ട് കൊടുത്തിരിക്കും. ലാസ്റ്റ് മിനിറ്റ് വരെയും കോടതിയുടെ ഭാഗത്ത് നിന്ന് എപ്പോഴും ഒത്തുപോകാൻ പറ്റുമോ എന്നൊരു ശ്രമം എപ്പോഴും ഉണ്ടാവും. അതുകൊണ്ടാണ് നമുക്ക് മ്യൂച്വൽ ഡൈവോഴ്സിന് കയറുന്നതിന് മുമ്പ് ഒരു കൗൺസിലിംഗ് കൊടുക്കും, എന്തെങ്കിലും ചാൻസ് ഉണ്ടോ എന്ന് അറിയാനായിട്ട്. പക്ഷെ അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാവാറില്ല. കാരണം അവർ ഓൾറെഡി ഡിസൈഡഡ് ആണ്. വരുമ്പോഴത്തേക്കും അത് വന്ന് ഡൈവോഴ്സ് ഗ്രാൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പണ്ടത്തെ പോലെ ഒരുപാട് കോടതിയും ചിന്തിക്കുന്നില്ല, കാരണം ഇത് അവരുടെ നീഡാണ്. ഇപ്പം നമ്മൾ എങ്ങനെയാണോ കല്യാണം കഴിക്കാൻ തീരുമാനിക്കുന്നത് അതുപോലെ അവരുടെ ചോയ്സാണ്. അത് വേണ്ട എന്ന് വെക്കാനും അവർക്കുള്ള ഇതാണ്. റീസെൻ്റ്ലി ഡൽഹിയിൽ ഒരു കേസ് കേട്ടിരുന്നു, ഹസ്ബൻഡിന് ഇതുപോലെ വൈഫ് ആലിമണി കൊടുക്കുന്നതായിട്ട്. ആ കേസിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന്. അത് ഇപ്പം നടക്കുന്ന ഒരു കേസാണ്, ഞാനും ഇടയ്ക്ക് റെഫർ ചെയ്തതാണ്, കണ്ടസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കേസാണ്. പെർമനന്റ് ഡിസബിലിറ്റി ഹസ്ബൻഡിനുള്ളത് കൊണ്ട് ഡിവോഴ്സ് ഗ്രാൻഡ് ചെയ്തപ്പോൾ
എന്ത് ഡിസബിലിറ്റി ആണെന്ന് അറിഞ്ഞില്ല, അയാൾക്ക് ജോലി ചെയ്യാൻ പറ്റത്തില്ല. പറ്റാത്ത ആ സാഹചര്യം. ഡിസബിലിറ്റി ഉള്ളത് കൊണ്ട് അയാൾക്ക് ജോലി ചെയ്യാൻ പറ്റത്തില്ല. അന്നേരം അയാൾക്ക് ചെലവിന് കൊടുക്കണം, മാസം കൊടുത്തോളണം എന്ന് പറഞ്ഞ് കോടതി ഓർഡർ ചെയ്തു. അപ്പം ഈ ലേഡി അതനുസരിച്ച് കോടതിയുടെ ഓർഡർ അനുസരിച്ച് എന്നിട്ട് കുട്ടികൾക്കുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ അത് കൊടുത്തു കഴിഞ്ഞാൽ അത് ലൈഫ് ടൈം ആയിരുന്നു കൊടുക്കേണ്ടിയിരുന്നത്. കാരണം അയാൾക്കിനി ജോലി ചെയ്യാൻ പറ്റില്ല. കുറച്ചു കാലം കഴിഞ്ഞപ്പോഴാണ് ഈ ലേഡിക്ക് മനസ്സിലാവുന്നത് അയാൾ ഡിവോഴ്സ് ഗ്രാൻഡ് ചെയ്തെങ്കിലും പക്ഷേ ഈ കേസ് നടക്കുന്ന സമയത്ത് തന്നെ അയാൾക്ക് വേറൊരു റിലേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതവിടെ ചീറ്റിംഗ് ആണ് അവിടെ നടന്നത്. കേസ് നടക്കുന്ന സമയത്താണോ അതോ ഇവർ മാരീഡ് ആയിരുന്ന സമയത്തും ഉണ്ടായിരുന്നോ? ഡിവോഴ്സിന് ഫയൽ ചെയ്യുന്ന സമയത്ത്, അതായത് ഡിവോഴ്സ് ഗ്രാൻഡ് ചെയ്യുന്നതിന് മുൻപായിട്ട് തന്നെ. അത് അവർ അറിയുന്നത് മുമ്പേ ഉണ്ടായിരുന്നോ? മുമ്പേ ഉണ്ടായിരുന്നു, പക്ഷെ അവരറിഞ്ഞിട്ടുണ്ടായില്ല. അവര് ഇത് കൊടുത്തോണ്ടിരിക്കുകയാണ്, ഇയാൾക്ക് മാസം അലിമണി കൊടുത്തോണ്ടിരിക്കുകയാണ്. കൊടുത്തത് കുറച്ചു നാൾ കഴിഞ്ഞപ്പോഴാണ് ഇയാളത് അറിയുന്നത്. അറിഞ്ഞപ്പോഴത്തേക്കും ചെയ്തിട്ട് വൈഫിൽ നിന്ന് പൈസയും വാങ്ങാനുള്ള ഒരു അത് അപ്പൊ അയാളുടെ കയ്യിൽ ഒരു സ്റ്റാൻഡ് അയാൾ ആദ്യമേ ഉണ്ടായിട്ട് പെർമനന്റ് ഡിസബിലിറ്റി അയാൾ ഉണ്ടാക്കിയെടുത്തു. അത് യൂസ് ചെയ്ത് പൈസ വാങ്ങിച്ച് സുഖമായിട്ട് അയാളത് സുഖമായിട്ട് ജീവിക്കുകയാണ്. അപ്പോൾ അത് വൈഫിന് മനസ്സിലും വൈഫ് അത് അപ്പീൽ കൊടുത്തിട്ട് അത് അവിടെ പ്രൂവ് ചെയ്തു. അതായത് ഇദ്ദേഹം ഡിസബിലിറ്റി ഇരിക്കുന്ന ഇയാൾ ഈ ക്യാഷ് മേടിക്കുന്നത് വേറൊരു ലേഡിയുമായിട്ട് ജീവിക്കാനാണ് എന്ന് പറഞ്ഞപ്പോൾ കോടതി പറഞ്ഞു സ്റ്റോപ്പ് ചെയ്യാനായിട്ട് പറഞ്ഞു. അതിൻ്റെ അകത്ത് ഒരു കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അകത്ത് നമുക്ക് അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനെ ചീറ്റ് ചെയ്തെടുത്ത കാര്യത്തിന് തിരിച്ച് റിക്കവർ ചെയ്യാനൊക്കെ കോടതിക്ക് ഓർഡർ ഇടാനായിട്ടുള്ള റൈറ്റ് ഉണ്ട്. അത് അയാൾ വലിയൊരു എമൗണ്ട് ആണ്, അയാൾ എന്തെങ്കിലും ബാങ്ക് സേവിങ്സ് ആണ് ഇട്ടെങ്കിൽ അതൊക്കെ തിരിച്ചെടുക്കുക. പക്ഷേ പ്രൊവൈഡഡ് നമുക്കിതെല്ലാം പ്രൂവ് ചെയ്യണം കോടതിയുടെ മുമ്പിൽ കാണിച്ചാൽ മാത്രമേ ഉള്ളൂ. പക്ഷേ ആ കേസ് ഇപ്പോഴും പെൻഡിങ് ആയിട്ട് അവിടെ നിൽക്കുകയാണ്, അത് അപ്പീലിലായിട്ട് നിൽക്കുക. അപ്പം ഇപ്പോൾ അലിമണി കൊടുക്കുന്നത് സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നു. അതിൻ്റെ അകത്ത് ബാക്കി കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്.